അയ്യുമംറാത്തിൻ ത്വലബത് മിൻ സൗജിഹ ത്വലാഖ ഫഅലൈഹാ ലഅനത്തുല്ലാഹ്. ഒരു പെണ്ണ് തന്റെ ഭർത്താവിനോട് ത്വലാഖ് ആവശ്യപ്പെട്ടാൽ ഫഅലൈഹാ ലഅനത്തുല്ലാഹ്, അവളുടെ മേൽ അല്ലാഹുവിന്റെ ലഅനത്തുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. ഇന്ന് തന്നെയുള്ളൂ 2-3 കുട്ടികൾ ഉണ്ടായിട്ട് ത്വലാഖ് ആവശ്യപ്പെട്ട് വാങ്ങിയത്. ഇക്കഴിഞ്ഞ ആഴ്ച എൻ്റെ അടുത്ത് കേസ് വന്നിട്ടുണ്ട്. ഓള് ത്വലാഖ് കേൾക്കാണ് ഉസ്താദെ, ഇന്നത് വിട്ട് ഒഴിവാക്കി തന്നാളെയും. അയ്യുമംറാത്തിൻ ഹബീബ റസൂലുള്ളാഹിന്റെ ഹദീസ്, അയ്യുമംറാത്തിൻ ഏതെങ്കിലും ഒരു പെണ്ണ്, ഏത് പെണ്ണും ത്വലബത്ത്, ഇതൊക്കെ ഹദീസ് എഴുതിയൊക്കെ മക്കളെ. അയ്യുമംറാത്തിൻ ഏത് പെണ്ണും ത്വലബത്ത് അവൾ ആവശ്യപ്പെട്ടു, മിൻ സൗജിഹ തന്റെ ഭർത്താവിൽ നിന്ന് ആവശ്യപ്പെട്ടു, ആ ത്വലാഖ ത്വലാഖിനെ ആവശ്യപ്പെട്ടാൽ ഫഅലൈഹാ അവളുടെ മേൽ ഉണ്ടായിരിക്കുന്നതാണ് ലഅനത്തുല്ലാഹ്, അല്ലാഹുവിന്റെ ലഅനത്തുണ്ടാവും. ഏതോ ഒരാൾ ഓളെ ശപിച്ചതല്ല. ആരാ ശപിച്ചത്? അല്ലാഹു തആല. എന്താ കണ്ടത്? മനസ്സിലായില്ല? ഇപ്പൊ നിങ്ങൾ പോനോ അബൂജഹൽ നിങ്ങൾ കേൾക്കുമ്പോൾ ലഅനത്തുല്ലാഹ്, അല്ലാഹ് ഓനെ ലഅനത്ത് ചെയ്യട്ടെ എന്ന് ഇജ്ജ് പറയാ അല്ലേ? പറയങ്ങായി ഇജിപ്പോ അബൂജഹലിന്റെ പേര് കേട്ടാ എന്ത് പറയും? ലഅനത്തുല്ലാഹി അലൈഹി, ഇജ്ജാണ് ലഅനത്ത് ചെയ്യണത്. മറ്റത് അള്ളാഹനെ ലഅനത്ത് ചെയ്യുന്നത്. ഫഅലൈഹാ അവളുടെ മേൽ, അവറാൻകുട്ടി ലഅനത്ത് ചെയ്യുന്നല്ല, ഫഅലൈഹാ അവളുടെ മേലുണ്ടാവും. വീരാൻകുട്ടി മൂസാൻകുട്ടി ലഅനത്ത് ചെയ്യുന്നല്ല, പിന്നെന്താ ഉള്ളത്? ഫഅലൈഹാ അയ്യുമംറാത്തിൻ ഏത് പെണ്ണ്, ഏതെങ്കിലും ഒരു പെണ്ണ് ത്വലബത്ത് ത്വലബത്ത് അവൾ ആവശ്യപ്പെട്ടു, മിൻ സൗജിഹ തന്റെ ഭർത്താവിൽ നിന്ന് ആവശ്യപ്പെട്ടാൽ, ത്വലാഖിനെ ആവശ്യപ്പെട്ടാൽ ഫഅലൈഹാ ലഅനത്തുല്ലാഹ് അവളുടെ മേൽ അല്ലാഹുവിന്റെ ലഅനത്തുണ്ടാവും. ഇന്നത്തെ അവസ്ഥ എന്താ? നിങ്ങൾ മൊഴി തന്നാണ് ഞാൻ പൊയ്ക്കോളാം. ആവശ്യപ്പെട്ട പോലും ഓൻ ചെല്ലട്ടെ ചെല്ലാതിരിക്കട്ടെ. മനസ്സിലായില്ലേ? ഇന്നിപ്പോ ത്വലാഖ് കൊടുക്കാൻ വേണ്ടി പെണ്ണുങ്ങൾ പൈസ കൊടുക്കാൻ തയ്യാറാണ്. പൈസ കൊടുക്കാം, പൈസ കൊടുത്ത് ത്വലാഖ് വാങ്ങാം. ആനുകൂല്യം ഒന്നും ഉണ്ടാവില്ല, ആനുകൂല്യം ഒന്നും വേണ്ട, അവൾ ഇങ്ങോട്ട് കിട്ടിയാൽ മതി, പോവുക, ഞങ്ങൾ പോയിക്കോളാം. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എന്തുകൊണ്ട്? കാലം ശൈത്താന്റെ കയ്യിലാണ്. മനസ്സിലായില്ലേ? ചിന്തിക്ക്.